ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ഒരു പാർലറിൽ പോവാം. പാർലറിലേക്ക് പോയി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അര സ്പൂണ് റോസ് വാട്ടറും അര സ്പൂണ് ഗ്ലിസറിനും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്തൊന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്യണം. ചെറുതായിട്ട് മസാജ് ചെയ്താൽ വളരെ സോഫ്റ്റായിട്ട് മസാജ് നമ്മൾ ഇത് ഇടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മളെ സ്കിന്നൊക്കെ ആയിക്കോളും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ കാണുകയും ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുകയും ചെയ്യണം കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ, സൂപ്പർ റിസൾട്ടാണ്. നിങ്ങളത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടിപ്പ് ഇടുമ്പോഴത്തേക്കും നമ്മളിത് മാച്ച് കളയേണ്ട, കഴുകി കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ പുറത്ത് തന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഇതാ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലിസറിനും റോസ് വാട്ടറും മാത്രമാണ് മസാജ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്റ്റെപ്പിൽ ഗ്ലിസറിനും റോസ് വാട്ടറും ഒരു 1/4 സ്പൂണോളം നമ്മളെ നാടൻ തേനും കൂടെ ചേർത്താണ് കേട്ടോ മിക്സ് ചെയ്യണത്. എല്ലാം 1/4 സ്പൂൺ വീതം മിക്സ് ചെയ്തതിന് ശേഷം അതും നല്ലവണ്ണം ആദ്യം ഇട്ടതിൻ്റെ പുറത്ത് തന്നെ വീണ്ടും തേച്ച് പിടിപ്പിക്കണം. ആദ്യമായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപയോഗിക്കുക. ഇതും നമ്മൾ കഴുകി കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ലവണ്ണം മസാജ് ചെയ്യണം. നല്ല രീതിയിൽ കണ്ണിൻ്റെ അടിഭാഗത്തും നെറ്റിയിലുള്ള വരകളും കുറികളും എല്ലാം മാറും. കണ്ണിൻ്റെ അടിഭാഗത്തുള്ള വരകളെല്ലാം മാറിപ്പോവും. മൂക്കിൻ്റെ സൈഡിലുള്ള ടാനൊക്കെ ഇളകിപ്പോവും. എല്ലാം നല്ല റിസൾട്ടാണ് കേട്ടോ, സൂപ്പർ റിസൾട്ടാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഞാനിത് പറയണം, നിങ്ങൾ വെറുതെ എടുക്കരുത്. സൂപ്പർ റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം. അത് നമ്മൾ കഴുകിക്കളയാനൊന്നും വേണ്ട കേട്ടോ, അത് ഇട്ടിക്കണം. പാക്കിന് വേണ്ടി ഒരു അര സ്പൂണ് കാപ്പിപ്പൊടി, അര സ്പൂണ് കടലമാവ്, പിന്നെ ഈ അര സ്പൂണ് വീതം നമ്മൾ തേന്, റോസ് വാട്ടർ, ഗ്ലിസറിൻ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് മുഖത്തിട്ട് ഒരു അരമണിക്കൂർ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്താൽ നമ്മളെ മുഖത്തിത് ഉണങ്ങി വരണ്ട് പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല കുഴമ്പ് പരുവത്തിൽ തന്നെ കിടക്കും. എന്നാൽ നമ്മൾ അരമണിക്കൂർ വരെ ഇട്ടിരുന്നാൽ മതി. അടിപൊളിയാണ്. നമുക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്തത് നമ്മളെ മുഖത്ത് തന്നെ കിടപ്പുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ ചെറിയ രീതിയിലുള്ള പാക്കും കൂടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കടലമാവ് പറ്റാത്തവർക്ക് നമുക്ക് അലോവേര ജെല്ല് ഉപയോഗിക്കാം. അലോവേര ജെല്ലിൽ കാപ്പിപ്പൊടിയും ബാക്കി സാധനങ്ങൾ ഞാൻ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ തുടയ്ക്കുകയാണ്. നിങ്ങൾ തന്നെ നോക്കിക്കോ, സൂപ്പർ റിസൾട്ടാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. ഞാൻ പറയണതൊന്ന് നിങ്ങൾ മുഖവരയ്ക്ക് എടുക്കണം. അടിപൊളിയാണ്, നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനം, നമ്മൾ ഗ്ലിസറിനൊന്നും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളല്ല, വളരെ വില കുറവാണ്. ഓൺലൈൻ വഴി വാങ്ങാവുന്നതുള്ളതേ ഉള്ളൂ. റോസ് വാട്ടറും അതേപോലെ തന്നെ ബാക്കി കാപ്പിപ്പൊടിയും കടലമാവും എന്തായാലും നമ്മളെ വീട്ടിലൊക്കെ വാഴയ്ക്കപ്പൂവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാണുമല്ലോ, അതൊക്കെ എടുത്ത് നമ്മൾ ചെയ്യണം. പിന്നെ കടലമാവ് പറ്റാത്തവർക്ക് നമുക്ക് അലോവേര ജെല്ലിടാം, അരിപ്പൊടി ഉപയോഗിക്കാം, അതും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കഴുകി കളഞ്ഞു കണ്ട, ആദ്യം തുടച്ചു, രണ്ടാമത് കഴുകി കണ്ട. നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി. ഞാനൊരു നല്ല ഒരു ടോണർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അതാണ് എൻ്റെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത്. സൂപ്പറാണ് കേട്ടോ. അത് എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.